അപ്പോഴേ ഇത്തരം സാധനങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ പ്രവർത്തനം എന്താണെന്നറിയോ? നമുക്ക് പല സ്ഥലങ്ങളിൽ പോയാലും നമുക്ക് ഈ ഉപകരണം കാണാൻ പറ്റും. എന്താണിത്? ഇത് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷറാണ്. എന്താണ് ഫയർ എക്സ്റ്റിംഗ്വിഷർ? ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്ന് വെച്ചാൽ നമ്മളെ തീയിനെ കെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്. നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ പോയാലും മാളുകളിൽ അല്ലെങ്കിൽ വീടുകളിൽ കിച്ചണിൻ്റെ അകത്ത് അതെല്ലാം ഈ ഇത്തരം എക്സ്റ്റിംഗ്വിഷേഴ്സ് നമുക്ക് ഉപയോഗിക്കുന്നത് കാണാം. പക്ഷേ ഓരോ എക്സ്റ്റിംഗ്വിഷറിനും അതിൻ്റേതായ റോളുണ്ട്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതൊരു കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ് ഫയർ എക്സ്റ്റിംഗ്വിഷറാണ്. ഇതിൻ്റെ അകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് സിലിണ്ടറിൻ്റെ അകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആണുള്ളത്. തീ ഉണ്ടാവാൻ എന്തൊക്കെ വേണം? എയർ വേണം, ഹീറ്റ് വേണം, കത്താൻ ഒരു ഒബ്ജക്റ്റ് വേണം. അപ്പോൾ ഇതിൽ മൂന്നിൽ രണ്ടിലോ ഒന്നിലധികമോ ഉള്ള കാര്യങ്ങളെ കുറയ്ക്കുന്ന ഉപകരണമാണ് ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ. ഈ ഫയർ എക്സ്റ്റിംഗ്വിഷറിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആണുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് എന്താ ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ്റെ അളവ് കുറയ്ക്കാനും അതായത് ഇൻഡോർ സൈഡുകളിൽ ഉള്ള ചൂടിനെ കുറയ്ക്കാൻ സഹായിച്ചിട്ട് തീരെ കെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോലെ തന്നെ നമുക്ക് പല ടൈപ്പുകളിലെ ഫയറിനെ കെടുത്താനായിട്ട് പല ടൈപ്പുകളിലെ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ട്. നമുക്കറിയാം, പല സ്ഥലങ്ങളിൽ പോയാലും കാണാൻ പറ്റും. പല ടൈപ്പ് കാണാൻ പറ്റും. എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ്, ഡി ക്ലാസ്, ഇ ക്ലാസ്, കെ ക്ലാസ്, അങ്ങനെ പല ക്ലാസ്സുകളുണ്ട്. അങ്ങനെ ഇത്തരം ക്ലാസ്സുകൾ എന്താണ്? നമ്മുടെ തീ കത്താൻ എന്താണോ ഉപയോഗിക്കുന്നത് അതിനെ കെടുത്താൻ പല ക്ലാസ്. അതായത് നമുക്ക് ഉദ്ദേശിക്കുന്ന ഖരം, ദ്രാവകം, വാതകം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഖരം ടൈപ്പ് ആണെങ്കിൽ അത് എ ക്ലാസ് ആണ്, പിന്നെ ദ്രാവകമാണെങ്കിൽ അത് ബി ക്ലാസ് ആണ്, വാതകമാണെങ്കിൽ അതെന്താണ്? സി ക്ലാസ് ആണ്. അങ്ങനെ പലതിനെയും കെടുത്താൻ പല ടൈപ്പ് ഉണ്ട്. എന്താണ്? അതിൽ ഒരു ടൈപ്പാണ് എന്ത്? ഈ കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ് എന്താ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ട് ഓക്സിജൻ്റെ അളവ് കുറയ്ക്കുകയും അതുപോലെ തന്നെ അവിടെയുള്ള ചൂടിൻ്റെ അളവിനെ കുറയ്ക്കാൻ സഹായിച്ചിട്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? അവിടെ തീയിനെ കത്താതിരിക്കുക അല്ലെങ്കിൽ തീനെ ഡിമിറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി ബോധവാന്മാരായി കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് തീ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻകേസ് പലപ്പോഴും നിങ്ങൾ കാണാറുണ്ട് പമ്പുകളിലെല്ലാം എന്താണ് പല വീഡിയോകൾ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കാണാറില്ലേ? പമ്പുകളിലൊക്കെ തീ പിടിക്കുകയും പെട്ടെന്ന സമയത്ത് ഇതിനെപ്പറ്റി അറിയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് തന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീനെ കുറയ്ക്കുകയും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയും നമ്മുടെ എന്തെങ്കിലും ഉപകരണത്തെയൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അപകടം വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CO2 ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്നത് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരുമ്പോൾ ഓക്സിജനുമായി ചേരുമ്പോൾ അവിടെ ഒരു തണുപ്പ് രൂപപ്പെടുകയും ഈ തണുപ്പ് ആണ് പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നത്? ഈ തണുപ്പ് പുറത്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഹീറ്റ് കുറയും. അപ്പം ഇത് പുറത്ത് വരുന്ന സമയത്ത് സംഭവിക്കും, ഇതിലൂടെ മൂവ് ചെയ്യുന്നത് ഇതൊരു ഹോസാണ്. ഈ ഹോസും ഇതുപോലെ തന്നെ ഇത് ഹോണുമാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഹോണിൻ്റെ അറ്റത്ത് ഒരു പിടി തന്നിട്ടുണ്ട്. ഈ പിടി എന്താണ് തന്നിരിക്കുന്നത്? ഈ പിടി നമുക്ക് പൊള്ളലേൽക്കാതിരിക്കാം. അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കാം എന്തുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചാൽ എങ്ങനെ നമുക്ക് പൊള്ളാം അല്ലേ? നമുക്കറിയാം എന്താണ് ഹീറ്റ് ബേൺ എന്നറിയാം. അതുപോലെ തന്നെ ഒരു ബേണാണ് എന്താണ്? കോൾഡ് ബേൺ. അപ്പോൾ ഹീറ്റ് ബേൺ എന്താണ്? നമ്മുടെ ബോഡി നമ്മുടെ ഒരു ഹീറ്റുമായിട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് സംഭവിക്കും, നമ്മൾ പിടിക്കുന്ന സമയത്ത് നമ്മളെ കൈ റിഫ്രഷൻ കൊടുക്കും. പക്ഷേ കോൾഡ് ബേൺ എന്താണ്? നമ്മൾ പിടിക്കുന്ന സമയത്ത് നമ്മൾ തണുത്തുകൊണ്ടിരിക്കുക, നമ്മുടെ കൈ അറിയാതിരിക്കുകയും കൈയോടെ ഒട്ടിപ്പോകുന്ന സമയത്ത് നമ്മുടെ തൊലി പോവുകയും അതുപോലെ ആ സമയത്ത് സംഭവിക്കും നമുക്ക് പൊള്ളലേൽക്കുകയും ചെയ്യും. അതാണ് കോൾഡ് ബേൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ കോൾഡ് ബേൺ നമുക്ക് എങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ് എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കാൻ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്താ ചെയ്യേണ്ടത്? കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു വീൽ വാൾവാണ്. ഈ വീൽ വാൾവ് എന്ത് ചെയ്യും? നമ്മൾ തുറക്കാൻ സാധിക്കും. ഈ തുറക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഇതിലൂടെ കൂടിയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ചിരിക്കുന്ന സിലിണ്ടറിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വരികയും ഈ പുറത്ത് വരുന്ന സമയത്ത് ഹോസിലൂടെ പുറത്ത് വന്നിട്ട് ഇതുവഴി പുറത്ത് വരികയും ചെയ്യും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ സമയത്ത് ഈ മെറ്റൽ പാർട്ട് ഇവിടെ ഹോസ് റബ്ബർ ആണെങ്കിൽ പോലും ഇവിടെയെല്ലാം മെറ്റലാണ്. ഈ മെറ്റൽ പാർട്ടിൽ എന്താ തണുക്കുകയും ചെയ്യും. ഈ തണുപ്പ് നമ്മൾ അറിയാതിരിക്കുകയും നമ്മൾ ഇത് കയറി പിടിക്കുകയും നമുക്ക് പൊള്ളലേൽക്കുകയും ചെയ്യും. അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യുന്നത്? നമുക്കിവിടെ ഈ ഹോണിൻ്റെ അറ്റത്ത് ഇവിടെ പിടി വന്നിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അപ്പോൾ എന്ത് ചെയ്യണം? ഈ പിടി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? തീനെ കെടുത്താൻ പാടുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് വെച്ചാൽ നമുക്ക് ഫയർ എക്സ്റ്റിംഗ്വിഷർ നല്ല നോളജിനെ സംഭവിക്കുക, നമുക്ക് അപകടം വരാതിരിക്കുകയും ചെയ്യും. നമ്മുടെ സമീപത്തുള്ള മറ്റു സാധനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു എക്യുപ്മെൻറ്റുകൾ അല്ലെങ്കിൽ മറ്റു എന്താ പറയുക വാഹനങ്ങൾക്കൊക്കെ എല്ലാം സംഭവിക്കും. അത് അപകടം വരുത്താതിരിക്കുകയും. അപ്പോൾ എങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ് എക്സ്റ്റിംഗ്വിഷർ അടിക്കുന്ന സമയത്ത് പുറത്തേക്ക് എന്താണ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് അടിക്കാൻ നോക്കുകയാണ്. ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ മാത്രമാണ്, ഫുള്ളായി അടിക്കുന്നില്ല, കുറച്ച് മാത്രമേ കാണിക്കുള്ളൂ. അടിക്കുന്ന സമയത്ത് പുറത്തേക്ക് എന്ത് വരും? പുറത്തേക്ക് ഒരു നമുക്ക് ശ്രദ്ധിക്കാൻ മനസ്സിലാവും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വരും. ഇപ്പോൾ തന്നെ ഇതിൻ്റെ എഡ്ജുകളെല്ലാം തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ തണുപ്പാണ് നമുക്ക് ബേണിങ് സംഭവിക്കുന്നത്.